എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യുവാൽ നോവ ഹരാരിയുടെ സാപ്പിയൻസ് എന്ന പുസ്തകത്തിലേക്ക് ഒരു യാത്ര തുടങ്ങുന്നു. ഇത് വെറും ഒരു ചരിത്ര പുസ്തകമല്ല. ഇത് നിങ്ങളുടെ ദൃഷ്ടികോണിൽ മാറ്റം വരുത്തുന്ന, നമ്മുടെ സ്പീഷീസിനെയും ലോകത്തിലെ നമ്മുടെ സ്ഥാനത്തെയും കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം സങ്കല്പിക്കുക. 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കൻ വിശാലമായ ഒരു പുൽപ്രദേശത്ത് നിങ്ങൾ നിൽക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. വാസ്തവത്തിൽ നിങ്ങൾ മറ്റ് നിരവധി മനുഷ്യ സ്പീഷീസുകളുമായി ഒരുമിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നു. സങ്കല്പിക്കാൻ പ്രയാസമാണ് അല്ലേ? എന്നാൽ നമ്മുടെ കഥ ഇവിടെ തുടങ്ങുന്നു. ഭാഗം 1. ജ്ഞാനവിപ്ലവം. നാം വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നതിന് വിരുദ്ധമായി മനുഷ്യർ എല്ലായ്പ്പോഴും പ്രത്യേകത ഉള്ളവരായിരുന്നില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളായി നാം മറ്റ് നിരവധി സ്പീഷീസുകളോടൊപ്പം ജീവിക്കുന്ന ഒരു മൃഗം മാത്രമായിരുന്നു. ഇതിലും രസകരമായ കാര്യം, നാം മാത്രമല്ല മറ്റു മനുഷ്യരുമുണ്ടായിരുന്നു എന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. ആദ്യം നമുക്ക് നിയാൻഡർതലുകൾ ഉണ്ടായിരുന്നു. അവർ പ്രാകൃതരായിരുന്നുവെന്ന് നാം കരുതുന്നത് എല്ലാം മറന്നു കളയുക. അവർക്ക് നമ്മളെക്കാൾ വലിയ തലച്ചോറും ശക്തിയും ഉണ്ടായിരുന്നു. കൂടാതെ വൃദ്ധരെ പരിചരിക്കുകയും മരിച്ചവരെ അടക്കം ചെയ്യുകയും പോലുള്ള സങ്കീർണമായ പെരുമാറ്റങ്ങൾ കാണിക്കുകയും ചെയ്തു. അവർ യൂറോപ്പിലും പടിഞ്ഞാറൻ ഏഷ്യയിലും ലക്ഷക്കണക്കിന് വർഷങ്ങളായി വളർന്നു. പിന്നെ ഹോമോ ഇറക്ടസ്. അവർ അവിശ്വസനീയമായ 2 ദശലക്ഷം വർഷങ്ങൾ ജീവിച്ചു. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ സ്പീഷീസ് ഏകദേശം 3 ലക്ഷം വർഷങ്ങളായി മാത്രമേ ഉള്ളൂ എന്നതാണ്. ഹോമോ ഇറക്ടസ് ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് പടർന്നു. തീയുടെ ഉപയോഗത്തിൽ പ്രാവീണ്യം നേടി. അവർ അവിശ്വസനീയമായി വിജയിച്ചു. എന്നാൽ ഒടുവിൽ അങ്ങനെയല്ല. ഇവിടെയാണ് കാര്യം രസകരമാകുന്നത്. ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിൽ ശാസ്ത്രജ്ഞർ ഒരു ഫാന്റസി പോലുള്ള ഒന്ന് കണ്ടെത്തി. ഏകദേശം 3.5 അടി ഉയരമുള്ള ചെറിയ മനുഷ്യരുടെ ഒരു സ്പീഷീസ്. നമ്മൾ അവരെ ഹോമോ ഫ്ലോറസെൻസിസ് എന്ന് വിളിക്കുന്നു. പക്ഷേ അവർ ഹോബിറ്റുകൾ എന്നാണ് കൂടുതൽ അറിയപ്പെടുന്നത്. അവർ 50,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്നു. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ പൂർവികർ കലയും സങ്കീർണമായ ഉപകരണങ്ങളും സൃഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ ഈ ചെറിയ മനുഷ്യർ ഇപ്പോഴും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വിജയം എത്ര അസാധ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതിനുള്ള ഉത്തരം ശാസ്ത്രജ്ഞർ ജ്ഞാനവിപ്ലവം എന്ന് വിളിക്കുന്നതിൽ ഉൾക്കൊള്ളുന്നു. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വിജയം എത്ര അസാധ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം. നാം ഏറ്റവും ശക്തരായിരുന്നില്ല. ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ ആദ്യത്തെയാളുമായിരുന്നില്ല. തലച്ചോറിൻ്റെ വലിപ്പവും ഏറ്റവും വലുതായിരുന്നില്ല. എന്നിട്ടും എങ്ങനെയോ നാം ജീവിച്ചു. മാത്രമല്ല ഈ ഗ്രഹത്തിൽ ആധിപത്യം സ്ഥാപിച്ചു. ഇത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് രാത്രി ചിലപ്പോൾ ഉറക്കം പോയേക്കാം. നമ്മുടെ കസിൻ സ്പീഷീസുകളെല്ലാം അപ്രത്യക്ഷമാകുന്നതിൽ നമുക്ക് എന്തെങ്കിലും പങ്കുണ്ടായിരിക്കാം അല്ലേ? നേരിട്ടുള്ള ഹിംസ മാത്രമായിരിക്കില്ല. ഒരുപക്ഷെ വിഭവങ്ങൾക്കായുള്ള മത്സരത്തിലൂടെയും ഏറ്റവും പ്രധാനമായി വലിയ സംഖ്യകളിൽ, അതായത് വലിയ കൂട്ടമായി സഹകരിക്കാനുള്ള നമ്മുടെ മികച്ച കഴിവിലൂടെയുമായിരിക്കാം അവരെ നമ്മൾ കീഴ്പ്പെടുത്തിയത്. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ മനസ്സിൽ എന്തോ അസാധാരണമായ ഒന്ന് സംഭവിച്ചു. ശാസ്ത്രജ്ഞർ അതിനെ വിപ്ലവം എന്ന് വിളിക്കുന്നു. പക്ഷേ യുവാൽ നോവ ഹരാരി ഇതിനെ മനുഷ്യർക്കായി സൂപ്പർ പവറുകൾ ലഭിച്ച നിമിഷം എന്ന് കരുതുന്നു. പറക്കുകയോ അല്ലെങ്കിൽ സൂപ്പർ ശക്തിയോ പോലുള്ള ശാരീരിക ശക്തികളല്ല, പക്ഷേ അതിനേക്കാൾ ശക്തമായ ഒന്ന്. പങ്കിട്ട് കഥകൾ സൃഷ്ടിക്കാനും അവയിൽ വിശ്വസിക്കാനുമുള്ള കഴിവ്. ഇത് എന്തുകൊണ്ടാണ് വിപ്ലവകരമായത് എന്ന് വിശദീകരിക്കാം. ഈ മാറ്റത്തിന് മുമ്പ് മനുഷ്യർക്ക് ആശയവിനിമയം നടത്താമായിരുന്നു, തീർച്ചയായും. എന്നാൽ ജ്ഞാനവിപ്ലവത്തിന് ശേഷം മറ്റൊരു സ്പീഷീസിനും ചെയ്യാൻ കഴിയാത്ത ഒന്ന് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ശാരീരികമായി നിലവിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഒരു ചിമ്പാൻസിക്ക് അതിൻ്റെ സുഹൃത്തുക്കളെ സിംഹത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാം. എന്നാൽ ഹോമോ സാപ്പിയൻസ് മാത്രമേ സിംഹം നിങ്ങളുടെ ഗോത്രത്തിൻ്റെ സംരക്ഷാത്മാവാണ് എന്ന് പറയാൻ കഴിയൂ. ദൈവങ്ങൾ, രാജ്യങ്ങൾ, കോർപ്പറേഷനുകൾ, മനുഷ്യാവകാശങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ സാമൂഹ്യ സങ്കല്പനയിൽ മാത്രം നിലവിലുള്ള കാര്യങ്ങൾ. ഇത് വലിയ കാര്യമല്ലെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇത് എല്ലാം മാറ്റി. പെട്ടെന്ന് നമുക്ക് ഇവ ചെയ്യാൻ കഴിഞ്ഞു. പരിപൂർണ അപരിചിതരെ ഒന്നിപ്പിക്കുന്ന പങ്കിട്ട വിശ്വാസങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. വലിയ സംഖ്യകളിൽ ആസൂത്രണം ചെയ്യുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ജനിതക മാറ്റങ്ങൾക്കായി കാത്തിരിക്കാതെ തന്നെ നമ്മുടെ സാമൂഹ്യ പെരുമാറ്റം മാറ്റി. തലമുറകളിലൂടെ സങ്കീർണമായ അറിവ് കൈമാറി. ഇത് എന്തുകൊണ്ടാണ് പ്രാധാന്യമായത്? കാരണം ഇത് വലിയ സംഖ്യകളിൽ വഴക്കമുള്ള രീതിയിൽ സഹകരിക്കാൻ നമ്മെ അനുവദിച്ചു. ഒരു ബാങ്കിൽ ഒരു ലൈനിൽ നിൽക്കാൻ 1000 ചിമ്പാൻസികളെ നിങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ കഴിയില്ല. അവരുടെ പണം നാളെയും അവിടെയുണ്ട് എന്ന് അവരെ വിശ്വസിപ്പിക്കാൻ സാധിക്കില്ല.
എന്തുകൊണ്ട്? കാരണം പണം നമ്മുടെ പങ്കിട്ട സങ്കല്പനയിൽ മാത്രമേ നിലവിലുള്ളൂ. നിയമങ്ങൾ, മതങ്ങൾ, രാജ്യങ്ങൾ എന്നിവയ്ക്കും ഇത് ബാധകമാണ്. അവയെല്ലാം നാം സാമൂഹ്യമായി വിശ്വസിക്കുന്ന ശക്തമായ കഥകളാണ്. പല വേട്ടക്കാരും ആഴ്ചയിൽ 35 മുതൽ 45 മണിക്കൂർ മാത്രം ജോലി ചെയ്തിരുന്നു. ഇത് നിങ്ങളുടെ ആധുനിക 40 മണിക്കൂർ ജോലി ആഴ്ചയുമായി താരതമ്യം ചെയ്യുക. നമ്മുടെ വേട്ടക്കാരും സമാഹർത്താക്കളുമായ പൂർവികരുടെ ജീവിതം അതിശയകരമായി സങ്കീർണമായിരുന്നു. അവർ വെറും ജീവിക്കുക മാത്രമല്ല, ഇന്ന് നാം അസൂയപ്പെടുന്ന രീതിയിൽ വളർന്നു. അവരുടെ ഭക്ഷണക്രമങ്ങൾ ആധുനിക പോഷകാഹാര വിദഗ്ധരെ അസൂയപ്പെടുത്തും. പലതരം പഴങ്ങൾ, പരിപ്പുകൾ, പച്ചക്കറികൾ, കൂടാതെ പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പുകളും നിറഞ്ഞ പുതിയ ഇര മാംസം. പ്രോസസ്ഡ് ചെയ്ത ഭക്ഷണങ്ങളില്ല, പഞ്ചസാര ക്രാഷുകളില്ല, പൊണ്ണത്തടി എപ്പിഡമിക്സുകളില്ല. ഇവിടെ ഒരു രസകരമായ കാര്യം, ശരാശരി വേട്ടക്കാരന് ആധുനിക മനുഷ്യരെക്കാൾ കൂടുതൽ വിപുലമായ അറിവുണ്ടായിരുന്നു. അവർക്ക് 100 കണക്കിന് സസ്യങ്ങളെ തിരിച്ചറിയുവാനും മൃഗങ്ങളെ ഇളം അടയാളങ്ങളിലൂടെ ട്രാക്ക് ചെയ്യാനും കാലാവസ്ഥാ പാറ്റേണുകൾ പ്രവചിക്കാനും അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് ഉപകരണങ്ങൾ നിർമ്മിക്കാനും കഴിഞ്ഞു. അവർ ഒരേ സമയം സസ്യശാസ്ത്രജ്ഞരും മൃഗശാസ്ത്രജ്ഞരും കരകൗശല വിദഗ്ധരും ജീവിത രക്ഷാ വിദഗ്ധരുമായിരുന്നു. എന്നാൽ അവരുടെ ജീവിതം ഭക്ഷണം കണ്ടെത്തുന്നതിന് മാത്രമല്ല. അവർ ഏതാനും 12 ആളുകളുടെ അടുത്ത ഗ്രൂപ്പുകളായി ജീവിച്ചിരുന്നു. അവർ ഒഴിവു സമയം കഥകൾ പറയുക, കുട്ടികളുമായി കളിക്കുക, കല സൃഷ്ടിക്കുക എന്നിവയിൽ ധാരാളം സമയം ചെലവഴിച്ചു. പ്രകൃതിജന്യവും അതീന്ദ്രവുമായ ലോകങ്ങളെക്കുറിച്ച് സങ്കീർണമായ വിശ്വാസങ്ങളുള്ള സമ്പന്നമായ ആത്മീയ ജീവിതം അവർക്കുണ്ടായിരുന്നുവെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ഇത് പ്രധാനമാണ്. അവരുടെ അസ്തിത്വത്തെ അതിശയോക്തിപരമാക്കരുത്. ജീവിത പ്രതീക്ഷ കുറവായിരുന്നു. ശിശുമരണ നിരക്ക് ഉയർന്നതായിരുന്നു. ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഹിംസ സാധാരണമായിരുന്നു. ഒരു തകർന്ന കാലിൽ മരണം എന്നർത്ഥം. ഒരു മോശം സീസൺ മൊത്തം ഗ്രൂപ്പിൻ്റെയും അസ്തിത്വത്തെ ഭീഷണിപ്പെടുത്തും. എന്നാൽ ഇവിടെയാണ് രസകരമായ കാര്യം. 20-ാം നൂറ്റാണ്ടിൽ ആധുനിക വേട്ടക്കാരും സമാഹർത്താക്കളുമായ സമൂഹങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞർ പഠിച്ചപ്പോൾ അവർ എന്തോ അത്ഭുതകരമായ കാര്യം കണ്ടെത്തി. ഈ ആളുകൾ സാധാരണമായി കുറച്ച് ജോലി ചെയ്തു, നന്നായി ഭക്ഷണം കഴിച്ചു, കൃഷി ചെയ്യുന്ന അയൽക്കാരേക്കാൾ കുറഞ്ഞ അണുബാധകൾ അനുഭവിച്ചു. ഇത് നമ്മെ ഒരു രസകരമായ ചോദ്യത്തിലേക്ക് നയിക്കുന്നു. കാർഷിക വിപ്ലവം ശരിക്കും പുരോഗതിയായിരുന്നോ, അതോ നാം തെറ്റായ വഴിയിലേക്ക് തിരിഞ്ഞോ? ഇത് യുവാൽ നോവ ഹരാരി പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അതിനു മുമ്പ് 45,000 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിലേക്ക് സമയയാത്ര ചെയ്യാൻ കഴിയുമെന്ന് സങ്കല്പിക്കുക. ടൈം ട്രാവൽ. നിങ്ങളൊരു ഫാൻറ്റസി നോവൽ എന്ന പോലെയുള്ള ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടെത്തും. 450 പൗണ്ട് ഭാരം വരുന്ന കങ്കാരുക്കൾ, മാർസൂപ്പിയൻ വർഗത്തിൽപ്പെട്ട സിംഹങ്ങൾ, കാളകളുടെ വലിപ്പമുള്ള ഭീമൻ പക്ഷികൾ. എന്നാൽ മനുഷ്യർ എത്തിയതിന് ഏതാനും 1000 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ അത്ഭുതകരമായ ജീവികളിൽ മിക്കതും എന്നേക്കുമായി അപ്രത്യക്ഷമായി. ഇതൊരു യാദൃശ്ചികതയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സാധ്യതയില്ല. ഹോമോസാപ്പിയൻസ് എവിടെ പോയാലും വംശനാശം പിന്തുടർന്നു. നാം പ്രകൃതി നശിപ്പിക്കുന്നവരായിരുന്നു. ഓസ്ട്രേലിയയിൽ 24-ൽ 23 വലിയ മൃഗങ്ങളുടെ സ്പീഷീസുകൾ മനുഷ്യർ എത്തിയതിനു ശേഷം അപ്രത്യക്ഷമായി. അമേരിക്കയിൽ ഈ പാറ്റേൺ ആവർത്തിച്ചു. മാമോത്തുകൾ, മാസ്റ്റഡോണുകൾ, ഭീമൻ ഗ്രൗണ്ട് സ്ലോത്തുകൾ മനുഷ്യർ എത്തിയതിനു ശേഷം ഏതാനും 1000 വർഷങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാം അപ്രത്യക്ഷമായി. ഇത് ഒന്ന് ചിന്തിച്ചു നോക്കുക. മനുഷ്യർ ന്യൂസിലാൻഡിൽ എത്തുന്നതിന് മുൻപ്, അതായത് 500 പൗണ്ട് ഭാരമുള്ള ഒരു പറക്കാത്ത പക്ഷിയായ മോവയുടെ ആവാസ കേന്ദ്രമായിരുന്നു ന്യൂസിലാൻഡ്. മനുഷ്യനെത്തിയതിന് 200 വർഷങ്ങൾക്കുള്ളിൽ തന്നെ മുഴുവൻ സ്പീഷീസും അപ്രത്യക്ഷമായി. നമ്മുടെ പൂർവികർ ഭക്ഷണത്തിനായി മാത്രമല്ല മുഴുവൻ ഇക്കോസിസ്റ്റങ്ങളെ പുനർനിർമ്മിക്കുന്നതിനായി വേട്ടയാടിയിരുന്നു. എന്തുകൊണ്ടാണ് നാം ഇത്രയധികം നശിപ്പിക്കുന്നത്? 3 പ്രധാന കാരണങ്ങൾ. വലിയ ഗ്രൂപ്പുകളിൽ ഏകോപിപ്പിക്കാൻ കഴിവുള്ള അതിശക്തമായ വേട്ടക്കാർ. മനുഷ്യരെ ഭയപ്പെടാനുള്ള പരിണാമം സംഭവിച്ചിട്ടില്ലാതിരുന്നതിനാൽ അവർ എളുപ്പത്തിൽ ലക്ഷ്യമാകാൻ കഴിഞ്ഞു. ലാൻഡ്സ്കേപ്പുകൾ പരിഷ്കരിക്കാൻ തീ ഉപയോഗിച്ചു. ആവാസ കേന്ദ്രങ്ങൾ ഗണ്യമായി മാറ്റി. ഈ നാശത്തിൻ്റെ പാറ്റേൺ നമ്മുടെ ജനസംഖ്യ വർദ്ധിക്കുകയും സാങ്കേതികവിദ്യ മെച്ചപ്പെടുകയും ചെയ്യുന്നതിനനുസരിച്ച് കൂടി വന്നു. വാസ്തവത്തിൽ ഇന്ന് നാം ഇപ്പോഴും ഈ വംശനാശ സംഭവത്തിൻ്റെ മധ്യത്തിലാണെന്ന് നിങ്ങൾക്ക് പറയാം. തീയിന് പകരം നമ്മൾ ബുൾഡോസറുകളും കാലാവസ്ഥാ മാറ്റങ്ങളും ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഭാഗം 2. കാർഷിക വിപ്ലവം. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് വിളിക്കുന്ന കാര്യം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നാം കൃഷി ആരംഭിച്ചു. ഇപ്പോൾ
നിങ്ങൾ ചിന്തിച്ചേക്കാം, കാത്തിരിക്കൂ, കൃഷിയല്ലേ, നല്ല കാര്യമല്ലേ, അത് നമുക്കറിയാവുന്ന നാഗരികതയിലേക്ക് നയിച്ചില്ലേ? ശരിയാണ്. പക്ഷെ ഇല്ല. യുവാൽ നോവ ഹരാരി ഇതിനെ തട്ടിപ്പ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാം. പരമ്പരാഗത കഥ ഇതാണ്. മനുഷ്യർക്ക് വിളകൾ നടാൻ കഴിയുമെന്ന് കണ്ടെത്തി. ഇത് ഭക്ഷണത്തിൻ്റെ ധാരാളിത്വത്തിലേക്ക് നയിച്ചു. ഇത് നഗരങ്ങൾ നിർമ്മിക്കാനും കല സൃഷ്ടിക്കാനും നാഗരികത വികസിപ്പിക്കാനും അനുവദിച്ചു. ഇത് യുക്തിസഹമാണെന്ന് തോന്നുന്നു, അല്ലേ? എന്നാൽ ഈ കഥയ്ക്ക് ഒരു ഇരുണ്ട വശമുണ്ട്. കൃഷി ജീവിതം എളുപ്പമാക്കിയില്ല, അത് ബുദ്ധിമുട്ടാക്കി. കൃഷിക്കാർ വേട്ടക്കാരേക്കാൾ കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്തു. അവർ കൂടുതൽ പോഷകാഹാരക്കുറവും രോഗങ്ങളും അനുഭവിച്ചു. അവരുടെ ഭക്ഷണക്രമം കുറച്ച് വിളകളെ മാത്രം ആശ്രയിച്ചു. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയത്? കാരണം നാം കാണാത്തൊരു കുടുക്കായിരുന്നു കാർഷിക വിപ്ലവം. ഒരു ഗ്രൂപ്പ് വേട്ടക്കാരെയും സമാഹർത്താക്കളെയും ഒരു ഭീമൻ ത്രികോണം നിർമ്മിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതം ചെലവഴിക്കണമെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് സങ്കല്പിക്കുക. അവർ നിങ്ങളെ ഭ്രാന്തനാണെന്ന് കരുതും. എന്നാൽ കാർഷിക വിപ്ലവത്തിന് ശേഷം ഇത് തന്നെയാണ് സംഭവിച്ചത്. ചോദ്യം ഇതാണ്, എങ്ങനെ സംഭവിച്ചു? ഉത്തരം യുവാൽ നോവ ഹരാരിയുടെ സങ്കല്പിത ഓർഡറുകൾ എന്ന് വിളിക്കുന്നതിൽ ഉൾക്കൊള്ളുന്നു. വലിയ സംഖ്യകളിൽ സഹകരിക്കാൻ മനുഷ്യർക്ക് അനുവദിക്കുന്ന പങ്കിട്ട മിത്തുകളും വിശ്വാസങ്ങളും നിങ്ങൾ കാണുന്നു. കൃഷി നമ്മുടെ ഭക്ഷണം എങ്ങനെ ലഭിക്കുന്നു എന്നത് മാത്രമല്ല മാറ്റിയത്, ഇത് മനുഷ്യ സമൂഹത്തെ പൂർണ്ണമായും മാറ്റി. ചരിത്രത്തിൽ ആദ്യമായി നാം പൂർണ്ണ അപരിചിതരുമായി വലിയ സമൂഹങ്ങളിൽ ജീവിക്കാൻ തുടങ്ങി. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഭൂമിയിലെ മറ്റെല്ലാ മൃഗങ്ങളും ഭൗതിക യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ലോകത്ത് ജീവിക്കുന്നു. അവർക്ക് കാണാനും മണക്കാനും തൊടാനും ആസ്വദിക്കാനും കഴിയുന്ന കാര്യങ്ങൾ. എന്നാൽ മനുഷ്യർ, നാം ഒരു ഇരട്ട യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നു. ഭൗതിക ലോകമുണ്ട് തീർച്ചയായും, എന്നാൽ നിയമങ്ങൾ, ദൈവങ്ങൾ, രാജ്യങ്ങൾ, കോർപ്പറേഷനുകൾ എന്നിവയുടെ ഒരു സങ്കല്പിത ലോകവുമുണ്ട്. ഇവിടെയാണ് അത്ഭുതകരമായ കാര്യം. ഈ സങ്കല്പിത ലോകം ഭൗതിക ലോകത്തേക്കാൾ ശക്തമായി. ഒരു ഉദാഹരണം പറയാം. $1 ബില്ല് നോക്കുക, അതായത് $1 ഒരു നോട്ട്. എന്താണത് ശരിക്കും? ചില മഷി ഉപയോഗിച്ച് ഒരു കടലാസു കഷ്ണം ഉണ്ടാക്കിയിരിക്കുന്നു, അല്ലേ? ഒരു ചിമ്പാൻസിക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. എന്നാൽ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള നമ്മുടെ കഥയിൽ നാം വിശ്വസിക്കുന്നത് കൊണ്ട് ഈ ഒരു കടലാസ് കഷ്ണം നമ്മൾക്ക് ഭക്ഷണം, വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ലോകത്ത് എവിടേക്കെങ്കിലും സഞ്ചരിക്കാനുള്ള ഒരു ടിക്കറ്റ് ഇതിലൂടെ വാങ്ങാൻ കഴിയും. ഈ തത്വം പുരാതന നഗരങ്ങൾക്കും ബാധകമാണ്. ഈജിപ്ഷ്യൻ ഫറവോകൾ എങ്ങനെയാണ് ആയിരക്കണക്കിന് തൊഴിലാളികളെ പിരമിഡുകൾ നിർമ്മിക്കാൻ ബോധ്യപ്പെടുത്തിയത്? ഫറവോകളുടെ ദൈവിക സ്ഥാനം, ഈ സ്മാരകങ്ങളുടെ പ്രാധാന്യം, പരലോകത്തെത്തുമ്പോഴുള്ള പ്രതിഫലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പങ്കിട്ട വിശ്വാസങ്ങളിലൂടെ. ഈ പങ്കിട്ട വിശ്വാസങ്ങളാണ് മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. മനുഷ്യർ എഴുത്ത് ആരംഭിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് കവിത രചിക്കാനോ ചരിത്രം രേഖപ്പെടുത്താനോ അല്ല, ഇത് നികുതി ട്രാക്ക് ചെയ്യാനായിരുന്നു. നാം കണ്ടെത്തിയ ആദ്യത്തെ എഴുത്തുകൾ അതിശയകരമായി വിരസമായ ഭരണപരമായ റെക്കോർഡുകളാണ്. 37 മാസങ്ങളിൽ 29,000 അളവ് ബാർലി ലഭിച്ചു പോലെയുള്ള എഴുത്തുകളാണ്, അല്ലാതെ ഷേക്സ്പിയർ എഴുതിയതുപോലെയുള്ള കൃതികളല്ല. കാർഷിക സമൂഹങ്ങൾ വലുതായി സങ്കീർണമാകുമ്പോൾ മനുഷ്യ മസ്തിഷ്കം അതിൻ്റെ സ്വാഭാവിക പരിധികളിലെത്തി. നിങ്ങളുടെ തലയിൽ ഏതാനും ഡസൻ ആളുകളെ ട്രാക്ക് ചെയ്യാൻ കഴിയും, ഒരുപക്ഷെ ഏതാനും 100 കണക്കിന്. എന്നാൽ 1000ങ്ങൾ അസാധ്യമല്ലേ? നിങ്ങൾ ആയിരക്കണക്കിന് വിഷയങ്ങളുള്ള ഒരു രാജ്യം പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നികുതി അടയ്ക്കുന്നു, നിർബന്ധിത അധ്വാനം ചെയ്യുന്നു, മതപരമായ കടമകൾ പാലിക്കുന്നു. ഇവയെല്ലാം ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്കൊരു വഴി ആവശ്യമാണ്. ഇവിടെയാണ് എഴുത്ത് വരുന്നത്. ഇത് എല്ലാം മാറ്റിമറിച്ചു. ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യർക്ക് അവരുടെ തലച്ചോറിന് പുറത്ത് വിവരങ്ങൾ സംഭരിക്കാൻ കഴിഞ്ഞു. ഇത് മനുഷ്യബോധ്യത്തിന് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് കണ്ടുപിടിച്ചതുപോലെയാണ്. ഇത് വിപ്ലവകരമായി തോന്നിയേക്കാമെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. എഴുത്തിന് മുൻപ് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ എല്ലാ അറിവും നിങ്ങളോടൊപ്പം മരിക്കുമായിരുന്നു. എന്നാൽ എഴുത്ത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളുടെ അറിവ് നിങ്ങളെക്കാൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. എഴുത്ത് മറ്റൊന്നും കൂടി സൃഷ്ടിച്ചു, ബ്യൂറോക്രസി. അതെ, നാം എല്ലാവരും വെറുക്കുന്ന ആ കാര്യം തന്നെ. യഥാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് ബ്യൂറോക്രസി. വിവരങ്ങൾ എങ്ങനെ രേഖപ്പെടുത്തുകയും
പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നുവെന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിലൂടെ വലിയ സംഘടനകൾക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇത് അനുവദിച്ചു. ചരിത്രത്തിലെ ഏതാനും മനുഷ്യ സമൂഹങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ശ്രേണികളും അസമത്വങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ ഇതിലും അസ്വസ്ഥമായൊരു കാര്യം, ഈ ശ്രേണികളിൽ മിക്കതും പൂർണ്ണമായും സങ്കല്പിതമായിരുന്നു. ലിംഗ റോളുകൾ ഉദാഹരണമായി എടുക്കുക. ആയിരക്കണക്കിന് വർഷങ്ങളായി സമൂഹങ്ങൾ സ്ത്രീകൾക്ക് സ്വത്തവകാശം, വോട്ട് ചെയ്യാനുള്ള അവകാശം, അധികാര സ്ഥാനങ്ങൾ എന്നിവ ഉണ്ടാകാൻ പാടില്ല എന്ന് ന്യായീകരിക്കാൻ സങ്കീർണമായ മിത്തുകൾ സൃഷ്ടിച്ചു. ഇവ ജൈവിക വസ്തുക്കളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, ഇവ ആളുകൾ കണ്ടുപിടിച്ച കഥകളായിരുന്നു. തുടർന്ന് ഇവ സ്വാഭാവികമായും അനിവാര്യമാണെന്ന് പരിഗണിച്ചു. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങൾ പുരാതന ബാബിലോണിൽ നിന്ന് ഒരു കുട്ടിയെ എടുത്ത് ആധുനിക ന്യൂയോർക്കിൽ വളർത്തിയാൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുകയും മനുഷ്യാവകാശങ്ങളിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുകയും ചെയ്യും. നിങ്ങൾ ആധുനിക ന്യൂയോർക്കിൽ നിന്ന് ഒരു കുട്ടിയെടുത്ത് പുരാതന ബാബിലോണിൽ വളർത്തിയാൽ അവർ അഖാഡിയൻ സംസാരിക്കുകയും മെസൊപ്പൊട്ടേമിയൻ ദൈവങ്ങളിലും രാജാക്കന്മാരുടെ ദൈവിക അവകാശത്തിലും വിശ്വസിക്കുകയും ചെയ്യും. ഈ വിശ്വാസങ്ങളൊന്നും സ്വാഭാവികമല്ല. അവയെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നാം പഠിക്കുന്ന കഥകളാണ്. കാർഷിക വിപ്ലവം അപൂർവമായ അസമത്വങ്ങൾ സൃഷ്ടിച്ചു. ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യർ സ്വകാര്യ സ്വത്ത് സമ്പാദിക്കാൻ തുടങ്ങി. ഇത് സാമൂഹിക ക്ലാസുകൾ, അടിമത്വം, സങ്കീർണമായ ശ്രേണികൾ എന്നിവയിലേക്ക് നയിച്ചു. എന്നാൽ ഇവ മനുഷ്യ കണ്ടുപിടുത്തങ്ങളാണെന്ന് സമ്മതിക്കുന്നതിന് പകരം സമൂഹങ്ങൾ ഇവ സ്വാഭാവികമോ ദൈവീകമോ ആണെന്ന് ന്യായീകരിക്കാൻ സങ്കീർണമായ മിത്തുകൾ സൃഷ്ടിച്ചു. ഭാഗം 3. മനുഷ്യരാശിയുടെ ഏകീകരണം. 20,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ലോകത്തെ സങ്കല്പിക്കുക. ആയിരക്കണക്കിന് വ്യത്യസ്ത മനുഷ്യ സമൂഹങ്ങൾ, ഓരോന്നിനും അവരുടേതായ ദൈവങ്ങൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ. ഇന്ന് നോക്കൂ, നാം എല്ലാം ഒരേ സിനിമകൾ കാണുന്നു, സമാനമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു, ഒരേ പണം ഉപയോഗിക്കുന്നു. പൂർണ്ണമായ വൈവിധ്യത്തിൽ നിന്ന് ക്രമേണ ഏകീകരണത്തിലേക്ക് എങ്ങനെയാണ് ഞങ്ങൾ എത്തിയത്? അതാണ് മനുഷ്യരാശിയുടെ ഏകീകരണത്തിൻ്റെ കഥ. ഇന്ന് മനുഷ്യർ ഒരു ജീവിവർഗമാണെന്നും ആഗോളതലത്തിൽ സഹകരിക്കേണ്ടതാണെന്നും നാം സ്വാഭാവികമായി കരുതുന്നു. എന്നാൽ ഇത് എല്ലായ്പ്പോഴും വ്യക്തമായിരുന്നില്ല. ചരിത്രത്തിൻ്റെ ഭൂരിഭാഗവും മനുഷ്യർ അവരുടെ പ്രാദേശിക സമൂഹവുമായി മാത്രം തിരിച്ചറിഞ്ഞു. മറ്റുള്ളവരെല്ലാം അപരിചിതരോ ശത്രുക്കളോ ആയിരുന്നു. എന്നിട്ടും ഒറ്റപ്പെട്ട സമൂഹങ്ങളിൽ നിന്ന് ഒരു ആഗോള നാഗരികതയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ചേരുവകൾ 5 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്നിരിക്കാം. 3 വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയതാകാം. 4 വ്യത്യസ്ത നൂറ്റാണ്ടുകളിൽ കണ്ടുപിടിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ച് കഴിക്കാം. ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ഒരു കാർ വാങ്ങണം, എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ളത് 100 കോഴികളാണ്. കോഴികൾ കൊണ്ട് ഒരു കാർ വാങ്ങാൻ ശ്രമിക്കുന്നത് എന്ത് അസംബന്ധമാണ് ഈ കാലത്ത്? എന്നാൽ മനുഷ്യ ചരിത്രത്തിൻ്റെ ഭൂരിഭാഗത്തും വ്യാപാരം നേരിട്ടുള്ള കൈമാറ്റത്തിലൂടെയാണ് നടന്നിരിക്കുന്നത്. പണത്തിൻ്റെ കണ്ടുപിടുത്തം എല്ലാം മാറ്റി എന്നുള്ളതുകൊണ്ട് എല്ലാം മാറ്റിമറിച്ചു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. പണം ഒരുപക്ഷെ മനുഷ്യരുടെ ഏറ്റവും വിജയകരമായ കാൽപ്പനികമാണ്. ഇത് കടലാസ് കഷ്ണങ്ങളോ ഡിജിറ്റൽ നമ്പറുകളോ മാത്രമാണ്. എന്നിട്ടും ഞങ്ങൾ എല്ലാവരും ഇതിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ലോകത്തെവിടെയെങ്കിലും പോയി ഈ കടലാസ് കഷ്ണങ്ങൾ യഥാർത്ഥ സാധനങ്ങളും സേവനങ്ങളുമായി വാങ്ങാൻ കഴിയും. പണത്തെ ശരിക്കും വിപ്ലവകരമാക്കുന്നത് ഇതാണ്. ഇത് എല്ലാ സാംസ്കാരിക അതിരുകളെയും മറികടക്കുന്ന ഏക വിശ്വാസ സംവിധാനമാണ്. ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും പരസ്പരം മതങ്ങളിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും പണം ഉപയോഗിച്ച് അവർക്ക് ബിസിനസ് നടത്താനാകും. ഒരു കമ്മ്യൂണിസ്റ്റും മുതലാളിയും രാഷ്ട്രീയത്തിൽ യോജിക്കുന്നില്ലെങ്കിലും അവർ രണ്ടുപേരും ഡോളറിൽ വിശ്വസിക്കുന്നു. എന്താണ് ആഗ്രഹങ്ങളുടെ യാദൃശ്ചികത എന്ന് വിളിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണ്ടത് കോഴികളാണ്, എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ളതോ ഒരു ചാക്ക് അരിയും. അപ്പോൾ നിങ്ങൾക്ക് കോഴികൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചാക്ക് അരി വേണം എന്നുള്ള ആളെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇത് കൈമാറ്റം ചെയ്യാവുന്നതാണ്. എന്നാൽ അങ്ങനെ ഒരു ആളെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് പണം വന്നതോടുകൂടി ഇല്ലാതെയായി. ഈ ലളിതമായ നവീകരണം സങ്കീർണമായ സാമ്പത്തിക വ്യവസ്ഥകൾ സാധ്യമാക്കി. റോമൻ സാമ്രാജ്യം
മംഗോളിയൻ സാമ്രാജ്യം, ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നിവയ്ക്ക് എന്താണ് പൊതുവായുള്ളത്? അവ എല്ലാം ശക്തി മാത്രമല്ല, ആശയങ്ങൾ, സാങ്കേതിക വിദ്യകൾ, സംസ്കാരങ്ങൾ എന്നിവ പ്രചരിപ്പിച്ചു. വാസ്തവത്തിൽ ഇന്ന് നാം പ്രാദേശിക സംസ്കാരം എന്ന് കരുതുന്നവയിൽ പലതും പുരാതന സാമ്രാജ്യങ്ങളാൽ ചുമത്തപ്പെട്ടവയാണ്. ഇത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഭാഷ. എന്തുകൊണ്ടാണ് ദക്ഷിണ അമേരിക്കയിലെ നൂറുകണക്കിന് ആളുകൾ സ്പാനിഷ് അല്ലെങ്കിൽ പോർച്ചുഗീസ് സംസാരിക്കുന്നത്? സാമ്രാജ്യം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ വ്യത്യസ്ത മൂലകളിൽ നിന്നുള്ള ആളുകൾ ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്തുന്നത്? സാമ്രാജ്യം. സാമ്രാജ്യങ്ങൾ വലിയ മിക്സിംഗ് പാത്രങ്ങൾ പോലെയാണ്. സംസ്കാരങ്ങൾ, മതങ്ങൾ, സാങ്കേതിക വിദ്യകൾ എന്നിവ കലർത്തുന്നു. പണം, മനുഷ്യാവകാശങ്ങൾ, രാജ്യങ്ങൾ എന്നിവയ്ക്ക് ദൈവങ്ങളും ആത്മാക്കളുമായും എന്താണ് പൊതുവായുള്ളത്? അവയെല്ലാം മനുഷ്യരുടെ കാൽപ്പനികളാണ്, മനുഷ്യരുടെ ക്രിയേറ്റിവിറ്റി. അവ നിലനിൽക്കുന്നത് നമ്മുടെ സാമൂഹ്യ സങ്കല്പനയിൽ മാത്രമാണ്. മതം ദൈവങ്ങളെക്കുറിച്ച് മാത്രമല്ല, വലിയ തോതിലുള്ള സഹകരണം സാധ്യമാക്കുന്ന പങ്കിട്ട വിശ്വാസങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്. പ്രാരംഭ മനുഷ്യർ അനിമിസ്റ്റുകളായിരുന്നു. എല്ലാത്തിനും ബോധമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. മരങ്ങൾ, പാറകൾ, മൃഗങ്ങൾ, അങ്ങനെ എല്ലാത്തിനും സംസാരിക്കാനും ബുദ്ധിയുമുണ്ട് എന്നവർ കരുതി. സമൂഹങ്ങൾ വലുതാവുന്നതിനനുസരിച്ച് ഈ വിശ്വാസങ്ങൾ നിരവധി ദൈവമുള്ള മതങ്ങളായി വികസിച്ചു. കാലക്രമേണ ഇത് ഒരു ദൈവമുള്ള ഏകദൈവവാദ മതങ്ങളായി മാറി. എന്നാൽ യഥാർത്ഥ വിപ്ലവം ദൈവങ്ങളുടെ എണ്ണത്തിലല്ല, മതം ആളുകളെ എങ്ങനെ ഏകീകരിച്ചു എന്നതിലാണ്. ഇത് ഒന്ന് ചിന്തിച്ചു നോക്കുക. മതം മനുഷ്യരുടെ ആദ്യത്തെ അന്താരാഷ്ട്ര നിയമമായിരുന്നു. 2 അപരിചിതർക്ക് ഒരേ ദൈവങ്ങളിലും നിയമങ്ങളിലും വിശ്വസിക്കാൻ കഴിയുമ്പോൾ അവർക്ക് വ്യാപാരം നടത്താനും വിവാഹബന്ധത്തിലേക്ക് പോകാനും സാധിക്കുന്നു. മതവിശ്വാസങ്ങൾ അപരിചിതർക്കിടയിലും ഒരു വിശ്വാസം സൃഷ്ടിച്ചു. അത് മറ്റൊന്നിനും ചെയ്യാൻ കഴിയാത്തതൊന്നായിരുന്നു. ക്രിസ്തുമതം വ്യാപിച്ചപ്പോൾ ഐസിസ് ആരാധന എന്തുകൊണ്ട് മാഞ്ഞുപോയി? ഭാഗം 4. ശാസ്ത്ര വിപ്ലവം. ആധുനിക മനുഷ്യരും നമ്മുടെ പൂർവികരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? അത് നമ്മുടെ സാങ്കേതിക വിദ്യയോ സമ്പത്തോ അല്ല, അജ്ഞതയോടുള്ള നമ്മുടെ ബന്ധമാണ്. മുൻ തലമുറകൾ പ്രധാനപ്പെട്ടതെല്ലാം അവർക്ക് അറിയാമെന്ന് തീരുമാനിച്ചു. നമ്മളാകട്ടെ എല്ലാം അറിയാത്തതാണെന്ന് ആദ്യമായി സമ്മതിക്കുന്നവരാണ്. ശാസ്ത്ര വിപ്ലവം അറിവ് സമ്പാദിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, അറിവിനോടുള്ള നമ്മുടെ മുഴുവൻ സമീപനത്തെ മാറ്റുന്നതിനെക്കുറിച്ചായിരുന്നു. പുരാതന ജ്ഞാനത്തെയും പാരമ്പര്യത്തെയും ആശ്രയിക്കുന്നതിന് പകരം ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനും പരീക്ഷണങ്ങൾ നടത്താനും തുടങ്ങി. ഇതൊന്ന് ചിന്തിക്കുക. ഇതാണ് ആധുനിക ശാസ്ത്രത്തെ അദ്വിതീയമാക്കുന്നത്. ഇത് അജ്ഞതയുടെ സമ്മതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ശാസ്ത്രജ്ഞർ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അതൊരു പരാജയമല്ല, അത് കണ്ടെത്തലിൻ്റെ തുടക്കമാണ്. അജ്ഞത സമ്മതിക്കാനുള്ള ഈ തയ്യാറെടുപ്പ് മുൻ തലമുറകളെല്ലാം ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തി നൽകി. 15-ാം നൂറ്റാണ്ടിൽ ലോകം ചുറ്റി ഒരു കപ്പൽ അയക്കുന്നത് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ധൈര്യം മാത്രമല്ല, ശാസ്ത്രവും ആവശ്യമാണ്. നാവിഗേഷൻ, കപ്പൽ നിർമ്മാണം, കാർട്ടോഗ്രഫി, ഈ ശാസ്ത്രങ്ങൾ സാമ്രാജ്യത്വം സാധ്യമാക്കി. സാമ്രാജ്യത്വം ശാസ്ത്രീയ കണ്ടെത്തലുകൾക്ക് പ്രേരണയും വിഭവങ്ങളും നൽകി. ഈ പങ്കാളിത്തം ലോകത്തെ എന്നേക്കുമായി മാറ്റി. ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. ജെയിംസ് കുക്ക് ഹവായിലേക്ക് കപ്പൽ കയറിയപ്പോൾ അദ്ദേഹം ഒരു എക്സ്പ്ലോററും ശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കപ്പലുകളിൽ നാവികരും സൈനികരും മാത്രമല്ല, സസ്യശാസ്ത്രജ്ഞരും ജ്യോതിശാസ്ത്രജ്ഞരും കലാകാരന്മാരും ഉണ്ടായിരുന്നു. സാമ്രാജ്യത്വവും ശാസ്ത്രവും ഇത്രയധികം ഇടകലർന്നു. ഒന്ന് അവസാനിച്ചത് എവിടെയായിരുന്നുവെന്നും മറ്റൊന്ന് ആരംഭിച്ചത് എവിടെയാണെന്നും പറയാൻ പ്രയാസമാണ്. മധ്യകാല രാജാക്കന്മാർക്കും ആധുനിക കോർപ്പറേഷനുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രാജാക്കന്മാർ സ്വർണം സംഭരിച്ചു, കോർപ്പറേഷനുകൾ അത് വീണ്ടും നിക്ഷേപിക്കുന്നു. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതിയിലെ ഈ ലളിതമായ മാറ്റം ലോകത്തെ മാറ്റിമറിച്ചു. മുതലാളിത്തം ഒരു സാമ്പത്തിക വ്യവസ്ഥ മാത്രമല്ല, ഇതൊരു മതമാണ്. അതിൻ്റെ കേന്ദ്രവിശ്വാസം സാമ്പത്തിക വളർച്ചയാണ്, സർവോത്തമായ ഗുണമാണ്. മധ്യകാല ജനങ്ങൾ നിങ്ങൾക്ക് ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്നു. സമ്പത്ത് പരിമിതമായിരുന്നു. മുതലാളിത്തം ഒരു വിപ്ലവകരമായ ആശയം അവതരിപ്പിച്ചു. വീണ്ടും നിക്ഷേപത്തിലൂടെയും പലിശയിലൂടെയും സമ്പത്ത് അനിശ്ചിതമായി വളരാൻ കഴിയും. മുതലാളിത്തത്തെ അദ്വിതീയമാക്കുന്നത് ഇതാണ്. ഇത് ഭാവി ഇപ്പോഴുള്ളതിനേക്കാൾ മികച്ചതായിരിക്കുമെന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ആദ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയാണ്. നിങ്ങളൊരു വായ്പ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഭാവിയിലെ വളർച്ചയിൽ പന്തയം വയ്ക്കുകയാണ്. വളർച്ചയിലുള്ള ഈ വിശ്വാസം നമുക്ക് ഇത്രയധികം സ്വാഭാവികമായി തോന്നുന്നു. അതൊരിക്കൽ എത്ര വിപ്ലവകരമായിരുന്നു എന്ന് നാം മറക്കുന്നു.
1750 എല്ലാവരുടെയും ജീവിതം പേശിശക്തികളെ ആശ്രയിച്ചിരുന്നു. മനുഷ്യരോ മൃഗങ്ങളോ 1900 ആയതോടെ മിക്ക ജോലികളും യന്ത്രങ്ങൾ ഏറ്റെടുത്തു. ഇത് ഞങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിൽ മാത്രമല്ല മാറ്റം, ഇന്ന് ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ചിന്തിക്കുന്നു, സ്വപ്നം കാണുന്നു എന്നതിലെ ഒരു വിപ്ലവമായിരുന്നു അത്. ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. വ്യവസായ വിപ്ലവത്തിന് മുമ്പ് മിക്ക ഉൽപ്പന്നങ്ങളും അവരുടെ മുഴുവൻ വ്യാപാരവും മനസ്സിലാക്കിയ വ്യക്തിഗത ക്രാഫ്റ്റ്സ്മാനുകൾ നിർമ്മിച്ചതായിരുന്നു. ഇന്ന് ഒരു കമ്പ്യൂട്ടർ മൗസ് പോലുള്ള ലളിതമായ ഒന്നുപോലും 0 നിന്ന് നിർമ്മിക്കാൻ ഒരു വ്യക്തിക്കും അറിയില്ല. ഞങ്ങൾ വ്യക്തിഗത അറിവിനെ സാമൂഹ്യ കഴിവിന് വേണ്ടി കൈമാറി. ചരിത്രത്തിന്റെ ഭൂരിഭാഗത്തും മാറ്റം വളരെ മന്ദഗതിയിലായിരുന്നു. ആളുകൾക്ക് അവരുടെ മക്കളുടെ ജീവിതം അവരുടേതിന് സമാനമായിരിക്കുമെന്ന് അനുമാനിക്കാൻ കഴിഞ്ഞു. ഇന്ന് 20 വർഷത്തിനുള്ളിൽ എന്ത് ജോലികൾ നിലനിൽക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഞങ്ങൾ ഒരു സ്ഥിരമായ വിപ്ലവത്തിന്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. കല്ല് ഉപകരണങ്ങളിൽ നിന്ന് വെങ്കലത്തിലേക്ക് നീങ്ങാൻ ആയിരക്കണക്കിന് വർഷങ്ങളെടുത്തു. എന്നാൽ ആദ്യത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്ക് നീങ്ങാൻ കുറച്ച് ദശകങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. ഓരോ പുതിയ കണ്ടെത്തലും കൂടുതൽ വേഗത്തിലുള്ള കണ്ടെത്തലുകൾ സാധ്യമാക്കുന്നു. ഇത് ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് നാസയ്ക്ക് ചന്ദ്രനിൽ മനുഷ്യരെ അയക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവറുണ്ട്. കുറച്ച് ദശകങ്ങൾക്കുള്ളിൽ മുഴുവൻ മുറികൾ നിറയ്ക്കുന്ന കമ്പ്യൂട്ടറുകളിൽ നിന്ന് നമ്മുടെ പോക്കറ്റിൽ കൂടുതൽ ശക്തമായ ഉള്ളവയിലേക്ക് നീങ്ങും. പഠനങ്ങൾ കാണിക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറുന്നതിനപ്പുറം കൂടുതൽ സമ്പത്ത് ആളുകളെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ്. ചരിത്രത്തിലെ ഏറ്റവും സമൃദ്ധമായ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും ഡിപ്രഷൻ, ആദി എന്നിവയുടെ നിരക്ക് എപ്പോഴും ഉയർന്നതാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്? ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. എന്താണ് വിരോധാഭാസം? ഞങ്ങൾ നമ്മുടെ പൂർവികരെ ബാധിച്ച നിരവധി പ്രശ്നങ്ങൾ കീഴടക്കി. ഉദാഹരണത്തിന് ക്ഷാമം, പ്ലേഗ്, യുദ്ധം എന്നിവ. എന്നാൽ ഞങ്ങൾ പുതിയവ സൃഷ്ടിച്ചു. ഉദാഹരണത്തിന് ഏകാന്തത, അടിമത്തം, പരിസ്ഥിതി പ്രതിസന്ധി. നമ്മുടെ ഈ അപൂർവമായ ശക്തി നമ്മൾ ജാഗ്രതയോടെയാണ് ഉപയോഗിക്കുന്നത്. ഈ പുസ്തകത്തിലെ അവസാന അധ്യായത്തിലേക്ക് കടക്കുന്നു. ഹോമോ സാപ്പിയൻസിൻ്റെ അവസാനം. ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് നമ്മുടെ പരിസ്ഥിതി മാറ്റാൻ മാത്രമല്ല നമ്മളെ തന്നെ മാറ്റാനും കഴിയും. ജനിതക മാറ്റങ്ങൾ, ജനിതക എഞ്ചിനീയറിംഗ്, കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബയോടെക്നോളജി എന്നിവയിലൂടെ നമ്മൾ നമ്മുടെ സ്വന്തം പരിണാമത്തിൻ്റെ രൂപകർത്താക്കളാകാൻ പോവുകയാണ്. ഇത് സയൻസ് ഫിക്ഷൻ അല്ല, ഇത് ഇപ്പോൾ സംഭവിക്കുന്നു. നമ്മുടെ ശരീരങ്ങളും മനസ്സുകളും പുനർരൂപകൽപ്പന ചെയ്യാനും കൃത്രിമ ജീവ രൂപങ്ങൾ സൃഷ്ടിക്കാനും യന്ത്രങ്ങളുമായി ലയിക്കാനും നമ്മൾ വികസിപ്പിക്കുന്നു. ഞങ്ങൾ നമ്മുടെ ജീവിവർഗത്തെ മാറ്റുമോ എന്നതല്ല ചോദ്യം, പക്ഷെ എങ്ങനെയും എപ്പോഴാണ് എന്നതാണ്. ഇത് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ശുദ്ധമായ ഹോമോ സാപ്പിയൻസിൻ്റെ അവസാന തലമുറകളിലൊന്നായിരിക്കാം. നമ്മുടെ മക്കളുടെ മക്കൾ നമ്മിൽ നിന്ന് വളരെ വ്യത്യസ്തരായിരിക്കാം. അവർ തികച്ചും വ്യത്യസ്തമായൊരു ജീവിവർഗമായി കാണപ്പെട്ടേക്കാം. മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി, സമൂഹം, ബോധം എന്നിവയ്ക്ക് ഇനി എന്തർത്ഥമാണുള്ളത്? അപ്രധാനമായ വാനരങ്ങളിൽ നിന്ന് ഗ്രഹത്തിൻ്റെ യജമാനന്മാരായി മാറിയ നമ്മുടെ യാത്രയിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉയർന്നു വരുന്നു. ആദ്യം, നമ്മുടെ ശക്തി പങ്കിട്ട കഥകൾ സൃഷ്ടിക്കാനും അവയിൽ വിശ്വസിക്കാനുമുള്ള നമ്മുടെ കഴിവിൽ നിന്നാണ് വന്നത്. ദൈവങ്ങളിൽ നിന്ന് പണം, രാജ്യങ്ങൾ വരെ ഉണ്ടായി. രണ്ടാമതായി, ഈ കഥകൾ മനുഷ്യരാശിയെ ഒരൊറ്റ ആഗോള നാഗരികതയിലേക്ക് ഏകീകരിച്ചു. ഒടുവിൽ നമ്മൾ നമ്മുടെ ലോകം മാത്രമല്ല നമ്മളെ തന്നെ പുനർരൂപകൽപ്പന ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെയുള്ള വെല്ലുവിളികളെ നേരിടുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ ഭൂതകാലം അഥവാ പാസ്റ്റ് മനസ്സിലാക്കുന്നത് എപ്പോഴും അത്യാവശ്യമാണ്. നാം നമ്മൾക്ക് പറയുന്ന കഥകൾ നമ്മുടെ ഭാവിയെ മാത്രമല്ല അറിയപ്പെടുന്ന പ്രപഞ്ചത്തിലെ എല്ലാ ജീവൻ്റെയും ഭാവിയെയും രൂപപ്പെടുത്തും. മനുഷ്യ ചരിത്രത്തിലെ ഈ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് ആകർഷകമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സാപ്പിയൻസ് സ്വയം വായിക്കാൻ ഞാൻ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ആഴമുണ്ട്. നമ്മുടെ ഭൂതകാലം, വർത്തമാനം, ഭാവി എന്നിവയെക്കുറിച്ച് യുവാൽ നോവ ഹരാരി ഉയർത്തുന്ന ചോദ്യങ്ങൾ നാം എല്ലാവരും അഭിമുഖീകരിക്കേണ്ടതാണ്. ഓർമ്മിക്കുക, നാം ചരിത്രത്തിലെ ഇന്നസെൻ്റായ നിരീക്ഷകരല്ല, മനുഷ്യരാശിയുടെ അടുത്ത അധ്യായം രൂപപ്പെടുത്തുന്നതിൽ സജീവ പങ്കാളികളാണ്. അടുത്തതായി എന്ത് കഥ പറയാൻ ഞങ്ങൾ തിരഞ്ഞെടുക്കും? യുവാൽ നോവ ഹരാരിയുടെ സാപ്പിയൻസ് എന്ന പുസ്തകത്തിന്റെ സമ്മറി ആൻഡ് അനാലിസിസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.